VM വിനു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. വിനേഷ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിനേഷ്, VM വിനു തിരുവനന്തപുരത്ത് മുട്ടട വാർഡിൽ ഇതേ ഒരു സംഭവം വൈഷ്ണവ് സുരേഷിന്റെ പേര് നീക്കിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുകയാണ്. അതിനിടെയാണ് VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള വിവരം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാണല്ലോ ഈ ഘട്ടത്തിൽ. അഖില, തീർച്ചയായും ഇക്കാര്യത്തിൽ VM വിനു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് എന്ത് ജനാധിപത്യമാണ് എന്ന് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ താൻ ഇവിടെ നിന്ന്, അതായത് മലാപ്പറമ്പിൽ കൃത്യമായി തന്നെ താൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ്, എരഞ്ഞിപ്പാലം സിവിൽ സ്റ്റേഷനിലാണുള്ളത്. അതിനടുത്ത് മലാപ്പറമ്പിലുള്ള സ്കൂളിൽ തന്നെ കൃത്യമായി തന്നെ കഴിഞ്ഞ തവണ കൂടി വോട്ട് രേഖപ്പെടുത്തിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് തൻ്റെ പേര് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ദുരൂഹമാണ് കാര്യങ്ങൾ എന്നും UDF നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, വൈഷ്ണവ് സുരേഷിൻ്റെ വിഷയത്തിൽ ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേരില്ല എങ്കിൽ അയാളെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കൃത്യമായ കാരണമല്ല എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് VM വിനുവിൻ്റെയും പ്രതീക്ഷ. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെ VM വിനു അതുപോലെ തന്നെ UDF നേതാക്കളും ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. UDF സ്ഥാനാർത്ഥിയായി VM വിനു കല്ലായി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, കല്ലായി ഡിവിഷനിൽ തുടക്കത്തിൽ VM വിനു എത്തുന്നതിനെതിരെ കോൺഗ്രസിലൊരു വിഭാഗം അപസ്വരം ഉയർത്തിയിരുന്നു. പിന്നീട് ഇത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പറഞ്ഞ് പരിഹരിച്ചതാണ്. പിന്നീട് ഇത് CPM ആണ് ഇവിടെ മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. പിന്നീട് അത് CPIക്ക് കൈമാറുന്നു നമ്മൾ കണ്ടതാണ്. ഈ കല്ലായി ഡിവിഷനിൽ കൃത്യമായി തന്നെ UDFന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ 3 തവണയായി UDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VM വിനുവിൻ്റെ ജയസാധ്യതയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. എന്തായാലും VM വിനു ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. നീതി ലഭിക്കും വരെ പോരാടും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും വ്യക്തമാക്കിയിട്ടുള്ളത്.